മൊഞ്ചത്തി കുട്ടിയായിട്ടുണ്ട് പാത്തു. ഉണ്ണിക്കുട്ട എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. എടാ പോട്ടാ, നിനക്ക് കണ്ണ് കാണില്ലേ? എന്തിനാണ് ഭംഗി എന്ന് പറയാ? ഓ, നിന്റെ വിചാരം എന്താ നിന്നെ കാണാൻ നല്ല ഭംഗിയാണോ? അല്ല, മോളെ വിചാരം എന്താ ഐശ്വര്യ റായിയാണോ? നീ പോടാ കൊസ്മാനെ. കൊസ്മാൻ നിന്റെ അമ്മൂമ്മ. എന്റെ അമ്മൂമ്മനെ പറഞ്ഞാണ്ടല്ലോ. ഓ, രണ്ടാളൊന്നും നിർത്തുണ്ടോ? തുമ്പി ചേച്ചി ആദ്യം അവളോട് മിണ്ടാതെക്കാൻ പറ. ഞാൻ മിണ്ടും. ഞാൻ എന്റെ വായനോടല്ല മിണ്ടുന്നേ. വായ നിന്റേതായിരിക്കും, ചെവി ഞങ്ങളുടാ. രണ്ടാളോട് പറയാ, മിണ്ടി പോരുത് വരുന്നു. ഞാനെത്തി. വാവ്, സൂപ്പർ. ഉണ്ണിക്കുട്ടാ നീ പറ എങ്ങനെയുണ്ട്? എന്ത് പറയാനേ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഓ, അത്രക്കൊന്നുമില്ല. അത് പാറൂസ് കുശുമ്പ് കൊണ്ട് പറയുന്നതാ. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കെന്തിനാ കുശുമ്പ്? നിന്റെ ഡ്രസ് കാണാൻ രസമല്ലല്ലോ. അപ്പൊ നിനക്ക് കുശുമ്പൊക്കെ ഉണ്ടാവും. പാറു പോവല്ലേ, കളിക്കാവാ. പാറൂസ് പിണങ്ങി പോയി. ഉസ്മാനെ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു. ഞാൻ പോയി വിളിച്ചു നോക്കാം, അവള് വന്നോളും. നമുക്ക് കളിക്കാം. എന്റെ ഡ്രസ് കാണാൻ രസമല്ല പോലും. അങ്ങനെ വിട്ടാ പറ്റില്ല. അവളേക്കാൾ നല്ല സാരി കണ്ടു. അമ്മ അറിയാതെ എടുക്കാ പുതിയ സാരി. ആരെനിക്ക് ചുറ്റി തരാ? നേരത്തെ പാറു ചേച്ചിയെ ചുറ്റി തന്നെ. ദേവി ചേച്ചിയെ സോപ്പിടാ. ചേച്ചി, ചേച്ചി, ഇതെന്താടി? എങ്ങനെയുണ്ട്? ഓ, വലിയ രസമൊന്നുമില്ല. ചേച്ചി, അല്ല നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചേ? ചേച്ചി നല്ല ചേച്ചിയല്ലേ? എനിക്ക് ലച്ചു ചേച്ചിയായിട്ട് ഇഷ്ടം ദേവി ചേച്ചിയെ. നീ സോപ്പിടൊന്നും വേണ്ട, എന്താ കാര്യം പറ. ചേച്ചി എനിക്ക് സാരി ചുറ്റി തരുമോ? അപ്പൊ നീ ഉടുത്തിരിക്കുന്ന സാരിയല്ലേ? ഇതല്ല, വേറെ. എന്തിനാ വേറെ? ചിന്നും പാത്തൊക്കെ സാരി ചുറ്റിട്ടുണ്ട്. അവരെക്കാളും നല്ലത് എനിക്ക് ചുറ്റണം. ഓ, അപ്പൊ അതാണല്ലേ കുശുമ്പ്. കുശുമ്പ് എനിക്ക് കുശുമ്പൊന്നുമില്ല. ചുറ്റി തരുമല്ല പറ. എനിക്കൊന്നും വയ്യ. ഇതാരും നിനക്ക് ചുറ്റി തന്നെ? ഇത് പാറു ചേച്ചി. എന്നാ പാറു ചേച്ചിനോട് തന്നെ പറ. ചേച്ചി ചുറ്റി തരുന്നോ ഇല്ലേ? എനിക്കാവൂല പറഞ്ഞില്ലേ? എന്നാ ശരി. അച്ഛൻ ഇന്നലെ കൊണ്ടുവന്ന ഡയറി മിൽക്ക് ഞാൻ കഴിച്ചിട്ടില്ല. ചേച്ചിക്ക് തരാൻ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ തന്നെ തിന്നോളാം. ചേച്ചി വെറുതെ പറഞ്ഞതല്ലേ. ഓക്കെ, ഏത് സാരിയാ വേണ്ട പറഞ്ഞാ മതി, ചേച്ചി ചുറ്റി തരും. സത്യം? നീ ആദ്യം ഡയറി മിൽക്ക് താ. അതൊക്കെ ഞാൻ തരാം. ആദ്യം ചേച്ചി സാരി ചുറ്റി താ. ശരി. 20 minutes later. ചുറ്റി കഴിഞ്ഞു. പാറൂസേ, അമ്മ കാണണ്ടോ എത്ര കഷ്ടപ്പെട്ട് ഇത് ചുറ്റിയതെന്നറിയോ? ബ്ലൗസ് ഞാൻ എങ്ങനെയോ ബാക്കിലോട്ട് പിൻ ചെയ്തതാ. ശ്രദ്ധിച്ചോളണേ. അതൊക്കെ ഞാൻ ഏറ്റു. താങ്ക് യു ചേച്ചി. ലവ് യു ഉമ്മ. ഉമ്മയും വാപ്പയ്ക്കാടെ നിൽക്കട്ടെ. എന്റെ മിഠായി കൊണ്ടാ. അത് പിന്നെ ചേച്ചി, ആ മിഠായി ഞാൻ ഇന്നലെ തന്നെ കഴിച്ചു. എന്തേ, മിഠായി കഴിച്ചെന്നോ? അതെ, ഞാൻ ചേച്ചിയോട് കള്ളം പറഞ്ഞതാ. എന്നാ ഞാൻ പോട്ടെട്ടോ. എടി ദുഷ്ടത്തി, എന്നെ പറ്റിച്ചില്ലേ? മോക്കുള്ള പണി വരുന്നുണ്ട്. അമ്മേ, അവൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? കോസ്മാനെ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ പാറൂസേ മൊഞ്ചത്തി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. ഓ, അത്രക്കൊന്നുമില്ല. അത് സാരല്ല. ഉണ്ണിക്കുട്ടൻ പറയാതെ എങ്ങനെയുണ്ട്? പൊളിച്ച് എന്റെ പാറൂസേ. അത് മതി. പാറു, അമ്മ വടിയെടുത്ത് വരുന്നുണ്ട്. വേഗം ഓടിക്കോ. അമ്മന്റെ പുതിയ സാരിയല്ല മോള് ഉടുത്തേ. ചേച്ചി പോയി അമ്മയോടെല്ലാം പറഞ്ഞു. നീ ചേച്ചി, നീ എന്നെ ചതിച്ചില്ലേ? പാറു, അയ്യോ അമ്മ. മൂന്ന് നിരാഹാരം ഇരിക്കുക. ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അമ്മ, ഞങ്ങൾ അവസാനമായിട്ട് ചോദിക്കുക. എന്നാ വേഗം ചോദിക്ക്. എന്നാ പിന്നെ മിണ്ടൂലല്ലോ, എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. ഓ, അമ്മയുടെ തമാശ. എന്താ കാര്യം? അമ്മ ഞങ്ങളെ ഡ്രസ് എടുക്കാൻ കൊണ്ടുപോവില്ലയോ? ഓ, അതാണോ കാര്യം? അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞില്ലേ പോവൂലാന്ന്. എന്താ അമ്മേ? എന്തെന്താന്ന്? അച്ഛൻ പറഞ്ഞതല്ലേ നാളെ പോവാന്ന്. നാളെ അമ്മ തന്നെ പോയിക്കോളി, ഞങ്ങൾക്കൊന്നും വേണ്ട ഡ്രസ്. എന്നാ പിന്നെ സുഖമായല്ലോ. നിനക്ക് വേണ്ടല്ലോ, വിഷുവിന് എടുത്തത് തന്നെ ഇടല്ലേ. വിഷുവിന് എടുത്തതോ? പിന്നല്ലാതെ. നിങ്ങൾ തന്നെയല്ലേ ഡ്രസ് വേണ്ടാന്ന് പറഞ്ഞേ. അപ്പൊ പിന്നെ വിഷുവിന് എടുത്തതിടാ, അത് പുതിയതല്ലേ. എന്തേ അങ്ങനെ ചെയ്താ പോരെ? എന്തേ മൂന്നും മിണ്ടാത്തേ? അല്ലെങ്കിൽ അമ്മക്ക് ഞങ്ങളോട് ഒരു സ്നേഹമില്ല. നാളെ അച്ഛന്റെ കൂടെ പോവാന്ന് പറഞ്ഞില്ലേ. നീ വേഗം വന്നോടി, ഭക്ഷണം കഴിക്കാം. ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞില്ലേ. ശരി, എന്നാ മക്കൾ ഇവിടെ ഇരുന്നോളിക്കോ. ലച്ചു, ലച്ചു അവിടെ നിന്നോട്ടെ. വിശക്കുമ്പോ തനിയെ വന്നോളൂ. പ്ലാൻ വർക്കൗട്ട് ആയില്ല. എനിക്കാണെ വിശന്നിട്ടും വയ്യ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് വിശക്കുന്നുണ്ട്. എന്ത് ചെയ്യാന്? കുറച്ചു നേരം കൂടി നിന്നോക്കാം. അഥവാ അമ്മക്ക് മാറ്റം വന്നാലോ? അപ്പോഴേക്ക് നമ്മൾ ഉണ്ടാവോ? വിശന്ന് മരിച്ചു പോവും. ഒന്ന് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യ്. അമ്മേ, അമ്മേ. ഓ, ചേച്ചിയല്ല അമ്മയോട് മിണ്ടൂലെന്ന് പറഞ്ഞേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്ത് സന്തോഷം? അതൊക്കെ പറയാ. അമ്മേ, അതിന്റെ ലച്ചു ഒന്ന് പതുക്കെ വിളിച്ചാ പോരെ? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? എന്നിട്ട് അമ്മ കേട്ടില്ലല്ലോ ഞാൻ വിളിച്ചേ. കേൾക്കാതെ ഞാൻ വരുമോ? ഓ, വിളി കേട്ടില്ലല്ലോ എന്നാ അമ്മേ പറഞ്ഞേ. അല്ല, നീ എന്തിനപ്പ എന്നെ വിളിച്ചേ? അത് പിന്നെ അമ്മേ, മാമൻ വരുന്നുണ്ട്. ഞങ്ങളോട്
വന്നേക്കരുത് കേട്ടല്ലോ. കേട്ടു. പാറു, നിന്നോടാട്ടോ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കുറെ മിഠായി വാങ്ങി ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടല്ലോ. കേട്ടമ്മേ. അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം, വേഗം വന്നോടി. എന്നിട്ട് വേഗം പോയി കുളിച്ച് മാറ്റാൻ നോക്കി. മാമന് തിരക്കേക്കാരം, അതിന്റെ ഇടയിൽ അങ്ങോട്ട് വരുന്നേ. വേഗം വന്ന് റെഡി ആവാൻ നോക്കി. മാമൻ വരുമ്പോഴേക്കും ഞങ്ങൾ മാറ്റിലൊക്കെ കയ്യമ്മേ. അതെനിക്ക് അറിയാലോ. എവിടെങ്കിലും പോകുന്നുണ്ട് കേട്ടാ വേഗം റെഡി ആയിക്കോളും. ഇതിപ്പോ സ്കൂളിലേക്കാണെങ്കിൽ ഉണ്ടല്ലോ. ഓ അമ്മ, സ്കൂളിലെ കാര്യം പറയല്ലേ. ഇത് തന്നെ ഞാൻ പറഞ്ഞു, സ്കൂളിന്റെ കാര്യം നിങ്ങളോട് പറയാൻ പറ്റൂല. ഓ സ്കൂൾ പൂട്ടിയിട്ട് സ്കൂൾ കേട്ട് മടുത്ത്. അമ്മ, മാമൻ ഇപ്പൊ എത്തും. വേഗം വന്നോടി, അമ്മ ചായ എടുത്ത് വെക്കാം. 20 minutes later. ലച്ചു, മാമനായിരിക്കും, പോയി വാതിൽ തുറക്ക്. വന്ന പാടെ നിക്കാതെ ഇരിക്കാനൊന്നും നേരമില്ല ചേച്ചി. എവിടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ? ഞങ്ങള് റെഡി. എന്നാ നമുക്ക് പോവാ. പിന്നെ മൂന്നാളോട് ഒരു കാര്യം പറയാണ്ട്. അതും ഇതൊന്നും വാങ്ങിച്ചു വന്നേക്കരുത് കേട്ടല്ലോ. നിന്നോടുകൂടിയേ പറയാല്ലേ. മക്കള് ചോദിക്കുന്നൊക്കെ വാങ്ങി കൊടുക്കാൻ നിക്കരുത്. ലച്ചു, പിന്നെ പിള്ളേരെ ശ്രദ്ധിച്ചോളണേ. ശരി അമ്മേ. എന്നാ ശരി ചേച്ചി, ഞങ്ങള് വരാം. ആടാ, ശ്രദ്ധിച്ചു പോണേ. അമ്മ, ഞങ്ങൾ പോയേച്ചു വരാം. ലവ് യു ഉമ്മ. ശരി. 1 hour later. നന്ദു, ഇവിടെ വന്ന് നിക്ക്, ഒരു പിക്ക് എടുക്കാം. അല്ല, ആ മോളെന്തിനാ കരയുന്നേ? എനിക്കറിഞ്ഞൂടാ. സത്യം പറഞ്ഞോ, നീ അവളെ വഴക്ക് പറഞ്ഞോ? ഇല്ല ചേച്ചി, എനിക്കറിഞ്ഞൂടാ എന്തിനാ കരയുന്നേന്ന്. മോളെന്തിനാ കരയുന്നേ? അമ്മയെ കാണാനില്ല. അതാണോ? മോള് കരയില്ലേ, അങ്കിള് കാണിച്ചു തരട്ടോ. അങ്കിൾ എന്റെ അമ്മയെ കണ്ടോ? മീനു, ഞാൻ നിന്നെ അവിടെ ഇരുത്തിയതല്ല പെണ്ണെ. നീ എങ്ങനെ ഇവിടെ എത്തി? അതമ്മേ, ഞാൻ ഡ്രസ് നോക്കായിരുന്നു. വീട്ടിലെത്തട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ട്ടോ. എത്ര പറഞ്ഞാലും കേക്കില്ല. അങ്കിൾ, ഇതാണ് എന്റെ മമ്മി. പ്രിയ? ആരിത്? എത്ര നാളായിടാ കണ്ടിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നിന്റെയോ? ഹാപ്പി ആയിരിക്കുന്നടാ. അല്ല, ഇതാരാ, നിന്റെ വൈഫാണോ? അല്ല, ചേച്ചിയുടെ മക്കളാ. അല്ല, നിന്റെ മാരേജ് കഴിഞ്ഞില്ലേ? ഈ വരുന്ന 24-ാം തീയതിയാ. ഏതായാലും നിന്നെ കണ്ടത് നന്നായി. തീർച്ചയായും നീ വരണട്ടോ. അപ്പൊ മാമനും മക്കളും ഷോപ്പിങ്ങിന് ഇറങ്ങിയതാവൂലേ? അല്ല, നിന്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടോ? ഇല്ല. എന്തായാലും കല്യാണത്തിന് വന്നിരിക്കണം കേട്ടല്ലോ. ആടാ, തീർച്ചയായും വരും. എന്നാ ശരി ട്ടോ, അമ്മ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കേടാ, അപ്പൊ ഇനി കല്യാണത്തിന് കാണാം. മാമ, അവര് മാമന്റെ കൂടെ പഠിച്ചതാണോ? അതെ.